എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ ഈ 55-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മോഹനേട്ടാ. നമസ്തേ ഇന്ദു. നമ്മുടെ ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം 9 മണി മുതൽ 9:15 വരെ സാർവലവിക പ്രാർത്ഥന. ഒരു സെൻറ്ററിങ് ചെയ്തതിന് ശേഷം നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി നമുക്ക് സ്നേഹപൂർവം കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നന്ദി മോഹനേട്ടാ. കഴിഞ്ഞ ആഴ്ച മോഹനേട്ടൻ ഭഗവത്ഗീതയെക്കുറിച്ച് തന്നെയാണല്ലോ സംസാരിച്ചത്. അതായത് ഭഗവത്ഗീതയുടെ പശ്ചാത്തലം, പിന്നെ യുഗപുരുഷനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം, അതേപോലെ സ്ഥിതപ്രജ്ഞ എന്ന ആശയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ ആഴ്ചയിലെ ചോദ്യവും കുറച്ച് അങ്ങനത്തെ സംഗതികളാണ്. അതായത് നമ്മൾ പൊതുവെ നോക്കിയാൽ അറിയാം, എല്ലാ ജീവജാലങ്ങളും സന്തോഷം ആഗ്രഹിക്കുന്നവരാണല്ലേ. ചിലരുടെ ജീവിത ലക്ഷ്യം തന്നെ സന്തോഷം എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവത്ഗീതയിലും ഹാർട്ട്ഫുൾനെസ്സിലും സന്തോഷം എന്നുള്ള ആശയത്തെക്കുറിച്ച് എന്താണ്, അത് തമ്മിലൊന്ന് താരതമ്യം സംസാരിക്കാമോ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് ഭഗവത്ഗീതയിൽ ഭഗവാൻ വാസ്തവത്തിൽ അർജുനനോട് പറഞ്ഞ ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു 10 എണ്ണമാണെന്ന്. അപ്പം അതിൽ ഏകദേശം ആദ്യത്തെ 5 ശ്ലോകങ്ങളിലെ അർത്ഥത്തിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ദു ചോദിച്ചത്. അപ്പം അതാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ ചോദ്യം ആകസ്മികമായിട്ട് 6-ാമത്തെ ശ്ലോകത്തിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് അശാന്തസ്യ കുതം സുഖം ആണ്. അതായത് ഭഗവാൻ അർജുനനോട് പറയണം, അസ്വസ്ഥമായ മനസ്സിൽ, അശാന്തിയുള്ളൊരു മനസ്സിൽ എങ്ങനെ സന്തോഷം ഉണ്ടാവും? അപ്പോൾ സന്തോഷത്തിൻ്റെ ഫോർമുല അദ്ദേഹം വിശദീകരിക്കുക. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും അന്വേഷിക്കുന്നതാണ്, ഒരു വസ്തുതയാണ്. ഭൗതിക ജീവിതത്തിൽ ഒരു മിനിമം സന്തോഷം ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സന്തോഷത്തിന് തൊട്ട് മുമ്പത്തെ അവസ്ഥ എന്താണ്? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് അശാന്തി ഉണ്ടായാൽ എങ്ങനെ സന്തോഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നില്ലേ. അതായത് സന്തോഷത്തിന് തൊട്ട് മുമ്പ് വേണ്ടത് നമുക്ക് സമാധാനം അല്ലെങ്കിൽ ശാന്തിയാണ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്, എനിക്ക് ശാന്തി ഇല്ല കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സന്തോഷത്തിൻ്റെ തൊട്ട് മുമ്പത്തെ അവസ്ഥയാണ് ശാന്തി എന്ന് പറയാം. ഇനി നമ്മൾ ആലോചിക്കുക, ശാന്തി ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? ശാന്തി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ആന്തരിക ഘടകങ്ങൾ തമ്മിലൊരു പൊരുത്തം വേണം, ഒരു ഹാർമണി. നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും തമ്മിലുള്ളൊരു പൊരുത്തം, അതിനെയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ആന്തരികമായിട്ടുള്ളൊരു സമന്വയം അല്ലെങ്കിൽ ഹാർമണി.
അതുപോലെ നമ്മളും പ്രകൃതിയുമായിട്ടും മറ്റ് ജീവജാലങ്ങളായിട്ടുള്ള സമന്വയം അനിവാര്യമാണ്. അപ്പോൾ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സമന്വയം അല്ലെങ്കിൽ ഹാർമണിയാണ് ഈ ശാന്തിയുടെ തൊട്ട് മുമ്പത്തെ അവസ്ഥ, ശാന്തിയുടെ പ്രിക്കസർ എന്ന് പറയാം. ഇനി ഈ ഹാർമണിക്ക് മുമ്പ് എന്താ വേണ്ടത്? ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ഡയറക്ഷനിലും ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും. ദാജിയനെ 360 ഡിഗ്രി അവയർനെസ് എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ചിന്ത, കോണ്ടംപ്ലേറ്റീവ് തിങ്കിങ്ങിനുള്ള കഴിവ് വേണം. ഒരേ ഡയറക്ഷനിൽ മാത്രം ആലോചിക്കുമ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ ഹാർമണി എന്ന് പറഞ്ഞാൽ സമഗ്രമായ ചിന്ത അല്ലെങ്കിൽ കോണ്ടംപ്ലേറ്റീവ് തിങ്കിങ് ആണ്. അതാണ് ഹാർമണിക്ക് മുമ്പ് വേണ്ടത്. കോണ്ടംപ്ലേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ സമഗ്രമായ ചിന്തയ്ക്ക് എന്ത് വേണം? മനസ്സിന് ഫോക്കസ് വേണം. അപ്പോൾ മനസ്സിൻ്റെ ഫോക്കസിന് എന്ത് വേണം? മെഡിറ്റേഷൻ. അപ്പോൾ ധ്യാനത്തെ ഡയറക്റ്റായിട്ട് അർജുനോട് ഇത് കണക്ട് ചെയ്ത് പറയാണ്, ധ്യാനവും സന്തോഷവും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ധ്യാനം, കേന്ദ്രീകൃതമായിട്ടുള്ള മനസ്സ്, അതിലൂടെ സമഗ്രമായിട്ടുള്ള ചിന്ത, സമഗ്രമായ ചിന്തയിലൂടെ ഹാർമണി, ഹാർമണിയിലൂടെ ശാന്തി, ശാന്തിയിലൂടെ സന്തോഷം. അപ്പോൾ ഈ ഡോട്ട്സ് കണക്ട് ചെയ്യുക എങ്ങനെ മെഡിറ്റേഷനെ എങ്ങനെ നമ്മൾ സന്തോഷം പ്രദാനം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ഹാർട്ട്ഫുൾനെസ്സിൽ ഈ സന്തോഷത്തിനെ ഫസ്റ്റ് പോയിന്റിൽ സംതൃപ്തിയായിട്ട് പറഞ്ഞത് കണ്ടൻമെൻറ്റ് എന്ന്. അതായത് ഈ ചക്രങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അതിലെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ആർജിക്കുകയും നെഗറ്റീവായിട്ടുള്ള വിട്ടുകളയുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ സംതൃപ്തമായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അല്പം പുരോഗതി ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ സ്പിരിച്വലി പ്രോഗ്രസ് ചെയ്തായിട്ടുള്ള ആൾ ഒന്നിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ അതാണ് സന്തോഷത്തിനെ കുറിച്ച് ഭഗവത്ഗീത പറയുന്നത്. ഹാർട്ട്ഫുൾനെസ്സും സെയിം പ്രിൻസിപ്പിളാണ് പറയുന്നത്. ഭഗവത്ഗീത പറയുന്ന ഒരു പ്രധാന സംഗതിയാണല്ലോ സ്വധർമ്മം. അതുപോലെ തന്നെ നമ്മളും ഓരോരുത്തർക്കും നമ്മൾ അനുഷ്ഠിക്കേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളും കടമകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഭഗവത്ഗീതയിൽ സ്വധർമ്മം പറയണോ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതേപോലെ തന്നെ ഹാർട്ട്ഫുൾനെസ്സിലും എന്താണ് സ്വധർമ്മം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിനോട് ബന്ധപ്പെട്ട് ഭഗവത്ഗീതയിൽ ഇപ്പോൾ നമ്മൾ 6 ശ്ലോകങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 7-8 ശ്ലോകങ്ങൾ ഇതേ അർത്ഥമുള്ളതാണ്. അതായത് സ്വധർമ്മ നിധനം ശ്രേയത് പരധർമ്മം ഭയാവഹം ഒരു ശ്ലോകം. മറ്റൊന്ന് കർമ്മണ്യേവാധികാരസ്തി മാ ഫലേഷു കഥാചന. അപ്പോൾ ഈ 2 ശ്ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് ഭഗവത്ഗീതയിൽ. അപ്പം സ്വധർമ്മം എന്താണ്? നമ്മുടെ സ്വധർമ്മം എന്ന് പറയും. ഇത് പലപ്പോഴും പരസ്പര ആശയക്കുഴപ്പങ്ങൾ വരുന്ന ഒരു സംഗതി കൂടിയാണിത്. ഇപ്പം സ്വധർമ്മം എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വ എന്ന് വെച്ചാൽ എൻ്റെ, ആത്മാവ് എന്നുള്ള അർത്ഥമല്ല. എനിക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട് ജീവിതത്തിൽ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളുണ്ട്. എന്നാൽ പരമമായിട്ടുള്ള ധർമ്മം എന്താണ്? പരമമായിട്ടുള്ള ധർമ്മത്തിനെ ആത്മധർമ്മം എന്ന് പറയുന്നത്. ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ധർമ്മമാണ്, കർമ്മമാണ് എൻ്റെ പ്രധാനമായ ധർമ്മം, മെയിൻ ഗോൾ എന്ന് പറയാം. അപ്പോൾ അതിനെയാണ് സ്വധർമ്മം എന്ന് ആക്ച്വലി പറയുന്നത്. അപ്പോൾ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ആത്മധർമ്മമാണ്. ആത്മധർമ്മം എന്ന് പറഞ്ഞാൽ സത്കർമ്മ എന്ന് പറയുന്നത്. അതായത് നമ്മളെ സത്തിലേക്ക് നയിക്കുന്ന കർമ്മം. സത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എസെൻസ് അല്ലെങ്കിൽ ആത്മാവ്. അപ്പോൾ നമ്മളെ ആത്മാവിലേക്ക് നയിക്കുന്ന കർമ്മത്തിനെയാണ് സത്കർമ്മം എന്ന് പറയുന്നത്. അതെന്താണ്? ധ്യാനം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ദാജി മെഡിറ്റേറ്റീവ് മൈൻഡ്, ധ്യാനാത്മകമായ മനസ്സ്, പതഞ്ജലി മഹർഷി നിർത്ത ധ്യാനജ ചിത്ത എന്ന് പറയണില്ലേ? അതായത് ധ്യാനാത്മകമായ അവസ്ഥയിൽ, അതായത് ഹാർട്ട്ഫുൾനെസ്സിൽ പറഞ്ഞാൽ സാക്ഷിഭാവത്തിൽ, നിരന്തര സ്മരണയിൽ നമ്മുടെ ടെൻഡൻസീസ് എന്താണെന്ന്, നമ്മുടെ പ്രവണതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു കർമ്മമേഖലയിൽ നമ്മൾ പോയി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കർമ്മമേഖലയും നന്നാവും. ഈ കർമ്മമേഖല പരിപോഷിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒപ്പം നമ്മുടെ സംസ്കാരങ്ങളും തീരും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാം പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു, നമ്മൾ പറയാറില്ലേ? ഇപ്പം ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു.
സൂക്ഷ്മ ശരീരങ്ങളോ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതും പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മമായ ഘടകങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ വേറെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ശ്ലോകമുണ്ട്. അതായത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗം എന്നാണ്. വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. അതായത് നമ്മുടെ കർമ്മങ്ങളുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ശരീരവും മനസ്സും കിട്ടിയിട്ടുള്ളത്. അതാണ് ഗുണകർമ്മ വിഭാഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ ഗുണങ്ങൾക്കനുസരിച്ച് നമുക്ക് ശരീരവും മനസ്സും കിട്ടിയിരിക്കുന്നു, നമ്മളിവിടെ വന്നിരിക്കുന്നു. അതായത് നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഗുണദോഷങ്ങളുടെ സമ്മിശ്രമാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് വേണം? ഈ കർമ്മഫലങ്ങൾ പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ നമുക്കത് എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിലോ നമ്മൾ തെറ്റായിട്ടുള്ളൊരു പ്രൊഫഷനിൽ പോയി പെടും. അങ്ങനെയാണ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതി വന്നത്. പക്ഷെ അത് തെറ്റിദ്ധരിച്ചു. അത് പിന്നീട് അത് ജാതി വ്യവസ്ഥിതിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അതായത് എൻ്റെ പ്രവണത എന്താണ്, ആ തരത്തിലുള്ള ഒരു ജോലി, ഇപ്പം ഞാൻ ആ പ്രവണതയ്ക്ക് അനുസരിച്ചുള്ള ജോലിയാണെങ്കിൽ ആ ജോലിയിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഇന്ന് എന്താ പ്രശ്നം? പല സ്ഥലത്തും ആളുകൾ അഴിമതി നടത്തുന്നതിൻ്റെ കാരണം എന്താണ്? അവർ റോങ് ആയിട്ടുള്ള പ്രൊഫഷനിലാണ് ഉള്ളത്. ഉദാഹരണത്തിന് പൊളിറ്റീഷ്യൻസ് നോക്കൂ. അഴിമതി എന്താ കാരണം വെച്ചാൽ അവർ ആ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അവരുടെ പ്രവണതകൾ അതിനനുസരിച്ചുള്ളതല്ല. ഗവേണിംഗ് അല്ല അവരുടെ പ്രവണത. പക്ഷെ അതിനോട് ബന്ധപ്പെട്ട മറ്റ് സുഖസൗകര്യങ്ങൾ നോക്കിയിട്ടാണ് അവിടെ ചെന്ന് പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അതിനുള്ള ടെൻഡൻസീസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ കറപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കർമ്മമേഖല കറപ്റ്റ് ചെയ്യുകയും ചെയ്യും, ഈ ഉള്ളിലുള്ള കർമ്മഫലങ്ങൾ പുറത്തു വരില്ല. രണ്ട് ദോഷമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വീട്ടിലൊരു ഡോക്ടറുണ്ട്. അപ്പോൾ നല്ലൊരു ഡോക്ടറാണ്, കഴിവുള്ള ഡോക്ടർ. അപ്പോൾ ഈ വീട്ടിലുള്ള കുട്ടി വിചാരിക്കും എനിക്ക് ഒരു ഡോക്ടറായി നന്നായിരുന്നു വിചാരിക്കുക. പക്ഷേ എനിക്ക് ഡോക്ടറാവാനുള്ള പ്രവണതകളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ത് വേണം വെച്ചാൽ നമ്മുടെ പ്രവണതകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സാക്ഷിഭാവത്തിൽ ധ്യാനാത്മകമായ മനസ്സിൽ നമുക്ക് നമ്മുടെ ആന്തരിക ഘടനയെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു കർമ്മ മേഖലയിൽ നമ്മൾ ചെന്ന് പെടണം എന്നാണ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും ഒരു സേവനത്തിൻ്റേതായിട്ടുള്ളൊരു മേഖലയുണ്ട്. ഒരു അധ്യാപകനെ നയിക്കുക, വിദ്യയാണ് അവിടെ സേവനമായിട്ട് കൊടുക്കുന്നത്. ഒരു വക്കീലിനെ നയിക്കുക, ലീഗൽ ഇതാണ്, അതായത് നിയമമാണ് അവിടെ സേവനമായിട്ട് കൊടുക്കുന്നത്. ശാരീരിക കർമ്മങ്ങളിൽ അതിൽ സേവനമുണ്ട്. അപ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും സേവനത്തിൻ്റേതായിട്ടുള്ളൊരു അടിസ്ഥാനം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും, നമ്മുടെ പ്രവണതകൾക്കനുസരിച്ച് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിന് ഈ സേവനത്തിൻ്റെ ഭാവം നമ്മൾ ഒരു ഗോളായിട്ട് വെച്ചാൽ ഈ കർമ്മങ്ങൾ തന്നെ കർമ്മഫലങ്ങളിൽ നമ്മളെ മുദ്രകളിൽ നിന്ന് നമുക്ക് മോചനം തരും. മാത്രമല്ല ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സംതൃപ്തിയും ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് സ്വധർമ്മ നിധനം, സ്വന്തമായിട്ടുള്ള ധർമ്മം കണ്ടെത്തി ചെയ്യണം. പരധർമ്മം ഭയാവഹം എന്ന്. മറ്റുള്ളവരുടെ കർമ്മം ഭഗവത്ഗീത പറഞ്ഞ വികലമാണെങ്കിലും സ്വധർമ്മമാണ് മഹത്തായ പരധർമ്മത്തേക്കാൾ കേമം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവില്ല. ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രവണതകൾ എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കണം? ധ്യാനാത്മകമായ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സാക്ഷിഭാവത്തിൽ നിരന്തര സ്മരണയിൽ നമ്മുടെ പ്രവണതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കർമ്മമേഖല നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ദാജി കുട്ടികൾ പലരും ഞാൻ ഇപ്പോൾ എൻജിനീയറിങ് എടുക്കണോ അല്ലെങ്കിൽ ഡോക്ടർ ആവണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദാജിയോട് ചോദിക്കില്ലേ? ഇപ്പോൾ ദാജി ചെയ്യുന്ന നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സന്തോഷമുള്ള, സംതൃപ്തി തരുന്ന 5 പ്രൊഫഷൻസ് എഴുതാൻ പറയും. അവരെഴുതും. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നണ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് അവസാനം ഒരെണ്ണം വരും, അതെടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ എന്താ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത്? നമുക്ക് നമ്മുടെ പ്രവണതകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രൊഫഷനിൽ പോകുന്നതാണ് നമുക്ക് നല്ലതെന്നുള്ളതാണ്.
അപ്പോൾ സ്വധർമ്മ നിധനം ശ്രേയത് പരധർമ്മം ഭയാവഹം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ അതാണ്. അതുകൊണ്ട് അർജുനോട് പറഞ്ഞു, നീ ഒരു ക്ഷത്രിയനാണ്, നിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യലാണ്. അതൊന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് സ്വധർമ്മത്തിന് നിധനം ചെയ്യലാണ്. അപ്പോൾ അത് അപകടകരമായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാക്കും എന്ന് പറയാണ് അർജുനോട്. അപ്പോൾ ഇതാണ് സ്വധർമ്മത്തിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുക എങ്ങനെ? സാക്ഷിഭാവത്തിൽ, നിരന്തര സ്മരണയിൽ. അപ്പോൾ ഈ നിരന്തര സ്മരണയിൽ നിന്ന് സാക്ഷിഭാവം വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ കർത്തൃത്വമില്ല. ഞാനാണ് ചെയ്യുന്നത്, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഈശ്വരൻ നമ്മളിൽ കൂടെ ചെയ്യപ്പെടുകയാണത്, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറയില്ലേ, ധ്യാനം കർമ്മഫലത്യാഗം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മഫലങ്ങളെ ത്യജിക്കലാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മഫലങ്ങൾ ധ്യാനാത്മകമായ അവസ്ഥയിലാണ് നമ്മൾ കർമ്മം ചെയ്യണമെങ്കിൽ എന്തായി കർമ്മഫലങ്ങൾ നമ്മളെ വിട്ടുപോവുക ചെയ്യാന്നർത്ഥം. അപ്പോൾ ആ കർമ്മഫലങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാവണം, അതാണ് സേവനം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ SVO പാറ്റേൺ എന്ന് പറയില്ലേ, സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. മലയാളത്തിൽ എന്താ പറയുക, കർത്താവ് കർമ്മം ക്രിയ. കർത്താവ് ചെയ്യുന്ന ആൾ, ക്രിയ ചെയ്യുന്ന പ്രവൃത്തി. കർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആളാണ്. അപ്പം ക്രിയയാണ് പ്രവൃത്തിയായിട്ട് വരുന്നത്, കർമ്മമല്ല. അതായത് പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന കർത്താവല്ല, പിന്നെയോ ഓബ്ജക്റ്റാണ് SVO അല്ലേ. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നമ്മൾ സേവനമാക്കണം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാക്കണം. ആ സമയത്ത് രണ്ട് തരത്തിലുള്ള ഗുണം. അതൊരു സേവനമായതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടാണ്, നമ്മളുടെ കർമ്മഫലങ്ങളിൽ നമുക്ക് വിമുക്തി നേടും. അതുകൊണ്ടാണ് ഭഗവത്ഗീത ഇത് പറയുന്നത്. അതായത് അതെന്ന് യോഗം കർമ്മസു കൗശലം, അപ്പോഴാണ് കർമ്മകൗശലം ഉണ്ടാവുക. അതായത് ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മം. അത് പ്രതീക്ഷിക്കാതെ എന്നുള്ള അർത്ഥം എന്ന് പറയുന്നത് ഫലത്തിനെ നമ്മൾ വിട്ടുകളയുന്നു, സേവനമാക്കി മാറ്റുന്നു. അപ്പോഴാണ് എഫിഷ്യൻസി ഉണ്ടാവണം, കർമ്മകൗശലം ഉണ്ടാവണം. അതുപോലത്തെ ശ്ലോകമാണ് കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. ഇത് കർമ്മം ചെയ്യാനുള്ള അധികാരം മാത്രമേ നിനക്കുള്ളൂ, കർമ്മഫലത്തിൽ നിനക്ക് അധികാരമില്ല. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ദാജി ഇതിനെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് പല സന്ദർഭത്തിലും. അദ്ദേഹം പറയും ഇതും ആശയക്കുഴപ്പമുണ്ടാക്കണം. കാരണം വെച്ചാൽ കർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹത്തായ കർമ്മങ്ങളാണ്. അതായത് ആത്മീയമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മം എന്ന് പറയുന്നത്. സാധാരണ നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്നത് ശ്രമമാണ്. അപ്പോൾ ഇത് കേട്ടാവുന്ന സാധാരണ ശ്രമത്തിന് ഫലമില്ലേ. ഒരാൾ ഒരു മാസം വർക്ക് ചെയ്തു, മാസാവസാനം പറയും കർമ്മണ്യവാധികാരസ്യ, ഫലത്തിൽ അധികാരമില്ല എന്ന് പറഞ്ഞാൽ സാലറി ചോദിക്കേണ്ടതെന്ന് പറയുന്നത്. അത് പ്രായോഗികമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രമം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. കർമ്മം എന്ന് പറഞ്ഞാൽ സത്കർമ്മം, അതായത് നമ്മളെ സത്തിലേക്ക് നയിക്കുന്ന കർമ്മം, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന കർമ്മം. ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന സത്കർമ്മങ്ങളിൽ നമുക്ക് ഈശ്വരനായിട്ട് ട്രാൻസാക്ഷൻ സാധ്യമല്ല, വ്യവഹാരം പറ്റില്ല. അതായത് ഞാൻ ഇന്ന കർമ്മം ചെയ്തു, ഇന്ന ഫലം എനിക്ക് തരണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ധ്യാനിച്ചു, പുരോഗതി തരണം എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് സമർപ്പണ ഭാവത്തിൽ നമുക്ക് കാത്തിരിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ ദാജി എന്താ പറയുകയെന്ന് വെച്ചാൽ, ഈ ശ്രമമാണെങ്കിൽ തന്നെയും ശ്രമവും നമുക്ക് സത്കർമ്മമായിട്ട് മാറ്റാം. എങ്ങനെ? അതിൻ്റെ ഫലം മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് നമ്മുടെ മനോഭാവമെങ്കിൽ. ഇപ്പോൾ സാധാരണ ഒരു സെയിൽസ്മാൻ തന്നെ ആയിരിക്കുക, ഇദ്ദേഹം ഒരു പ്രോഡക്റ്റ് വിൽക്കണു. അപ്പോൾ അത് മറ്റുള്ളവർക്കുള്ള സേവനമായിട്ട് എടുക്കുകയാണെങ്കിൽ അതും ഇദ്ദേഹത്തിൻ്റെ ജീവിത ഉപാധിയാണ്, ഒരു സേവനമായിട്ട് മാറും. ഇപ്പോൾ ഈ ബുദ്ധമതത്തിൽ പറയും, സാക്ഷാത്കാരത്തിന് മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ വിറക് വെട്ടുന്നു, വെള്ളം കോരുന്നു. സാക്ഷാത്കാരത്തിന് ശേഷം എന്താ ചെയ്യണം? ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അതിൻ്റെ പിന്നിലുള്ള അന്തർധാര മാറുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള മനോഭാവം മാറുന്നതോട് കൂടിയിട്ട് ഈ കർമ്മത്തിൻ്റെ ഐഡിയ ആകെ മാറിപ്പോണു. അപ്പോൾ ശ്രമം കർമ്മം എന്താണെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം
സാക്ഷിഭാവത്തിൽ അല്ലെങ്കിൽ നിരന്തര സ്മരണയിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രവണതകളെ മനസ്സിലാക്കി നമുക്ക് സംതൃപ്തി തരുന്ന ഒരു ജോലി നമ്മുടെ ജീവിതവും ഉപാധിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് രീതിയിലും നമുക്ക് മെച്ചപ്പെടും. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഇത് വളരെ എളുപ്പം. എന്താണ് നിരന്തര സ്മരണ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബാബുജി പറയില്ലേ, കണക്റ്റ്, റീകണക്റ്റ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൃദയമായിട്ട് കണക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ടുള്ള കർത്തൃത്വമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിരന്തര സ്മരണയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ കർമ്മഫലങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയുന്നത്. കർമ്മഫലങ്ങൾ ഉണ്ടാക്കാതിരിക്കലാണ് നമ്മുടെ വാസ്തവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജീവിതം കൊണ്ട് നമ്മളെ കർമ്മഫലങ്ങൾ ഉള്ളത് തീരണം, പുതിയ കർമ്മഫലങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ ശ്രമമായാലും കർമ്മമായാലും ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിരന്തര സ്മരണയിലാണ് അത് ചെയ്യണമെങ്കിൽ അത് ഈശ്വരാരാധനയായിട്ട് മാറും. അതാണ് ഈ സ്വധർമ്മത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, നന്ദി മോനേട്ട. ഇനി ഇപ്പം തന്നെ മോനേട്ടൻ പറഞ്ഞൊരു വാക്ക് തന്നെയാണ് മൂന്നാമത്തെ ചോദ്യം, അതായത് സറണ്ടർ, സമർപ്പണം അല്ലെങ്കിൽ പ്രെയർഫുൾനെസ്. ഈ ഈ സംഗതിയെക്കുറിച്ച് ഭഗവത്ഗീതയിൽ എന്താണ് പറയണത്? അതേസമയം ഹാർട്ട്ഫുൾനെസ്സും അതിനെക്കുറിച്ച് എന്താ പറയണമെന്ന് സംസാരിക്കും. വാസുലിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 8 ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞില്ലേ? ആ അവസാനത്തെ ശ്ലോകങ്ങൾ ഇതാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഭഗവത്ഗീതയിൽ ഏറ്റവും ഒറ്റ ശ്ലോകം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ പറയുന്നത്. എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപാഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇതാണ് ശ്ലോകം. ഈ 2 ശ്ലോകങ്ങളുടെ മീനിങ്ങാണ് സമർപ്പണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അർജുനോട് പറയും, ഞാൻ ഇതുവരെ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളിൽ 699 ശ്ലോകങ്ങളും മറന്നു കളഞ്ഞേക്ക്. നീ എനിക്ക് സമർപ്പണം ചെയ്യൂ അർജുന. എൻ്റെ സ്മരണയിൽ നീ നിൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കൂ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ സ്വധർമ്മം പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്നെ സ്മരിച്ചുകൊണ്ട് നീ നിൻ്റെ സ്വധർമ്മം എന്താണ്? ക്ഷത്രിയൻ്റെ സ്വധർമ്മം യുദ്ധം ചെയ്യൂ. ജയിക്കൂ പരാജയപ്പെടൂ എന്നുള്ളത് പ്രശ്നമേ അല്ല. അതിൽ രണ്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. അതേ രസം ആ സമയത്ത്. അപ്പോൾ നീ എനിക്ക് സമർപ്പിക്കൂ അർജുന. എല്ലാ ധർമ്മങ്ങളെയും നീ വിട്ട് കളഞ്ഞോളൂ. സർവധർമ്മ പരിത്യാഗം സാധ്യമാണ്. നീ എൻ്റെ സ്മരണയിൽ പ്രവർത്തിക്കൂ എന്ന് പറയാണ്. ഭഗവത്ഗീതയിലെ പുഷ്പം പത്രം ഫലം തോയം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് പുഷ്പം സമർപ്പയാമി, ഫലം സമർപ്പയാമി, തോയം തോയം എന്ന് വെച്ചാൽ വെള്ളമാണ്. അതായത് ഇല, കായ്, പൂവ്, വെള്ളം ഇതൊക്കെ സമർപ്പിക്കാൻ പറയുന്നുണ്ട്. അതായത് സൃഷ്ടിയിലുള്ള എല്ലാം ഈശ്വരന് സമർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണത്. തോയം എന്ന് വെച്ചാൽ വെള്ളം, വെള്ളം വെച്ചാൽ മനസ്സാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് അദ്ദേഹത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്നത് മനസ്സിനെ ഈശ്വരനോട് കണക്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണത് പറയുന്നത്. ബാബുജി മഹാരാജ് അത് കുറച്ചും കൂടി മനോഹരമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറയണത്, നമ്മൾ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അത് മാസ്റ്റർ ചെയ്ത് തെറ്റാന്ന് വിചാരിക്കാൻ പറയണം. അപ്പോൾ നമുക്ക് അവിടെയും കർത്തൃത്വമില്ല. അതായത് നല്ല കാര്യങ്ങളാണോ ചീത്ത കാര്യങ്ങളാണോ എന്നുള്ള വിവേചനം ഇല്ലാതെ കർത്തൃത്വം പരിപൂർണമായിട്ട് ഗുരുവിന് സമർപ്പിക്കണം നിരന്തര സ്മരണയിൽ. അതായത് സർവം സമർപ്പയാമി എന്നുള്ള തത്വമാണ് ബാബുജി മഹാരാജ് സിമ്പിളായിട്ട് പറയുന്നത്. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് മാസ്റ്റേഴ്സ്. അപ്പോൾ അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഈ ഈശ്വര പ്രണിധാൻ എന്നുള്ള ആ ഒരു അവസ്ഥ നമുക്ക് നേടിയെടുക്കുന്നത്. ഈശ്വര പ്രണിധാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ട്ഫുൾനെസ്സിൽ ഇപ്പോൾ നമ്മുടെ പതഞ്ജലി മഹർഷി ഈശ്വര പ്രണിധാൻ എന്ന് പറയുന്നത്. അതായത് ഈശ്വരൻ എന്നുള്ളതിന് പതഞ്ജലി മഹർഷി ഡെഫിനേഷൻ പറയുന്നുണ്ട്. ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇവയുടെ ബാധയില്ലാത്ത പുരുഷവിശേഷം എന്നാണ്. അപ്പോൾ ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ അവിദ്യ, അസ്മിത, രാഗദ്വേഷം, അഭിനിവേശം 5 അതായത് അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞത. അജ്ഞതയിൽ നിന്നാണ് അടുത്ത് വരുന്നത് അസ്മിത. അസ്മിത വെച്ചാൽ ഞാൻ എന്നുള്ള ഭാവം. ഞാൻ എന്നുള്ള ഭാവമാണല്ലോ പ്രശ്നം, കർത്തൃത്വം.
അപ്പോൾ അത് അജ്ഞതയിൽ നിന്നുണ്ടാവണോ? അപ്പോൾ അജ്ഞതയില്ലെങ്കിൽ ഈ അസ്മിത അല്ലെങ്കിൽ അഹം എന്നുള്ള ഭാവമില്ല. അവിദ്യയിൽ നിന്ന് അസ്മിത ഉണ്ടാകുമ്പോൾ എന്താ, രാഗദ്വേഷങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഉടനെ വരും. ഇപ്പം ഞാൻ എൻ്റേതെന്നുള്ള ഭാവം, എനിക്ക് ചിലതിനെ എന്നോട് ചേർത്ത് പിടിക്കണം, ചിലതിനെ ഉപേക്ഷിക്കണം, മാറ്റി നിർത്തണം. അതാണ് രാഗദ്വേഷം, ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എന്തുണ്ടാവും? അഭിനിവേശം. ഈ ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മൾ പൂർത്തീകരിക്കാൻ ശരീരത്തിനോട് ഒട്ടി നിൽക്കണം. അപ്പോൾ അതിനെയാണ് അഭിനിവേശം. ശരീരത്തിനോട് ഒട്ടി നിൽക്കുക പറഞ്ഞാൽ മരണഭയം. ഇതിനാണ് ക്ലേശങ്ങൾ എന്ന് പറയുന്നത്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. പിന്നെ കർമ്മ, ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം എന്ന് പറഞ്ഞു. കർമ്മവിഭാഗം, കർമാശയം. കർമാശയം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ ബീജം, കർമ്മ സംസ്കാരം, നമ്മുടെ ഉള്ളിലുള്ള മുദ്രകൾ. കർമ്മ വിഭാഗം എന്ന് പറഞ്ഞാൽ കർമ്മഫലം. അപ്പോൾ സംസ്കാരങ്ങളുടെ ഫലം, കർമ്മങ്ങൾ, ഇതൊന്നുമില്ലാത്ത പുരുഷവിശേഷം എന്നാണ്. അതായത് അവിദ്യയില്ല, അസ്മിതയില്ല, രാഗമില്ല, ദ്വേഷമില്ല, അഭിനിവേശമില്ല, കർമ്മമില്ല, കർമ്മഫലമില്ല, കർമ്മ സംസ്കാരമില്ല. ഇതില്ലാത്ത പുരുഷവിശേഷം ആണ് ഈശ്വരൻ. ഹാർട്ട്ഫുൾനെസ്സിൽ അതെന്താണ്? മാസ്റ്റർ. ഇപ്പോൾ ഈശ്വരൻ്റെ ഡെഫിനേഷൻ അതാണ് പറയുന്നത്. പ്രണീതാൻ എന്ന് പറഞ്ഞാലോ, നിദാനം എന്ന് പറഞ്ഞാൽ ആശ്രയം എന്നാണ്. പ്ര എന്നുള്ള വാക്ക് വെച്ചാൽ അത് തീവ്രത എന്നുള്ള അർത്ഥം വരും. തീവ്രമായ ആശ്രിതത്വം ഈ ഈശ്വരനിൽ. അതിനാണ് ഈശ്വര പ്രണീതാനം എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഒരേ ഒരു ഈശ്വരൻ എന്ന് പറയുന്നത് മാസ്റ്ററാണ്. ആ മാസ്റ്ററിൽ പരിപൂർണമായിട്ടുള്ള ആശ്രിതത്വത്തിനെയാണ് ഈശ്വര പ്രണീതാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട്ഫുൾനെസ്സിൽ അത് നിരന്തര സ്മരണയാണ്, സാക്ഷിഭാവമാണ്. അപ്പോൾ നിരന്തര സ്മരണയിലാണ് ഇതെല്ലാം പോയി അവസാനിക്കുന്നത്. അപ്പോൾ ആ നിരന്തര സ്മരണയാണ് ഈശ്വര പ്രണീതാനം എന്ന് പറയുന്നു. അതിനെ തന്നെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, എല്ലാം നീ എനിക്ക് സമർപ്പിക്കുക. ഇതുവരെയുള്ള ഞാൻ പറഞ്ഞ തത്വചിന്തയെല്ലാം വിട്ട് കളഞ്ഞോളൂ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള ജീവിത തത്വങ്ങളെക്കുറിച്ച് പറയണു. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനാണ് പരിപാടി. നീ എല്ലാ ധർമ്മങ്ങളും വിട്ട് കളഞ്ഞ് എനിക്ക് സമർപ്പിക്കൂ എന്ന് പറയും. അപ്പോൾ താരതമ്യേന അത് പറയുമ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പ്രായോഗികമാക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. ഹാർട്ട്ഫുൾനെസ്സിൽ പ്രായോഗികമാക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് ഈശ്വര പ്രണീതാനം. മാസ്റ്ററുടെ സ്മരണയിൽ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയം കണക്ട് ചെയ്ത് അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിൽ ചെയ്യുമ്പോൾ പരിപൂർണമായിട്ടുള്ള കർത്തൃത്വബോധം ഈശ്വര പ്രണീതാനം എളുപ്പമാകുന്നു. അതാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എന്തായാലും നമ്മൾ 2 എപ്പിസോഡുകളിലായി മോനേട്ടൻ ഭഗവത്ഗീതയെക്കുറിച്ചാണ് സംസാരിച്ചത്. എനിക്ക് തോന്നി ഭഗവത്ഗീതയിലുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് അനുഭവവേദ്യമാകാൻ ഹാർട്ട്ഫുൾനെസ് സാധന നമുക്ക് സഹായിക്കുന്നു. അതിലൂടെയാണ് അത് സാധിക്കുന്നത്. അപ്പോൾ ഒരു ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീഷണർക്ക് ഭഗവത്ഗീതയിലെ എല്ലാ കൺസെപ്റ്റുകളും സ്വന്തം അനുഭവിച്ചറിയാൻ പറ്റുമല്ലേ? അങ്ങനെ തോന്നുന്നു കേട്ടിട്ട്. എന്തായാലും ഈ ഒരു താരതമ്യ പഠനം വളരെ നന്നായി തോന്നി. നല്ലൊരു ക്ലാരിറ്റി എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും. വളരെയധികം നന്ദി. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. അന്നേരം മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് 9:15 വരെ ധ്യാനിക്കുന്നു.
ഇനി നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം, സത്സംഗം. അതിനുശേഷം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.